Afternoon all. Good afternoon, ma'am. Good afternoon, ma'am. നമ്മള് മെഡിക്കൽ റെക്കോർഡിന്റെ ലാസ്റ്റ് ഭാഗം വരെ എത്തി അല്ലേ? മെഡിക്കൽ റെക്കോർഡിന്റെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ അല്ലെ ഇവിടെ വരെ വായിച്ചു നോക്കിയായിരുന്നോ? POMRന്റെ നോക്കിയായിരുന്നോ? POMR ആണ് നമ്മള് ആ ഒരു രീതിയിലുള്ള മെഡിക്കൽ റെക്കോർഡാണ് വെച്ചുകൊണ്ടിരുന്നത്. വായിച്ചു നോക്കിയായിരുന്നോ? അതിന്റെ ലാസ്റ്റ് ഒരു പോയിന്റ് വരെയാണ് പറഞ്ഞു നിർത്തിയത്. ഒരു SOAP അല്ലെ, അതിനെ കുറിച്ചിട്ടാണ് നമുക്ക് ഇനി പഠിക്കാനുള്ളത്. ശരിയല്ലേ? ആണോ? Yes, ma'am. Yes, ma'am. ഓക്കെ, നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. നമ്മൾ കണ്ടു ഡോക്ടറിന്റെ രീതി അനുസരിച്ചിട്ടാണ് അല്ലെ, അതിന് POMR വഴി നമുക്കറിയാം പ്രോബ്ലം ഓറിയന്റഡ് അല്ലെ, പ്രോബ്ലം ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡില് ഡോക്ടറിന്റെ പേഷ്യന്റ് എന്ന നിലയിലാണ് റെക്കോർഡ് കീപ്പ് ചെയ്യുന്നത്. അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് ആയിരിക്കും അവിടെ അറേഞ്ച് ചെയ്യുന്നത്. അത് നമുക്കറിയാം ഓരോ ദിവസത്തെയും അല്ലെ, അവര് എല്ലാ തരത്തിലുള്ള കാര്യങ്ങൾ ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യുമെന്ന് പറഞ്ഞു. ഇനി അതിൽ പ്രധാനമായിട്ട് നമ്മളെ ലാസ്റ്റ് പോയിന്റില് പ്രോഗ്രസ് നോട്ടാണ് ഡിസ്കസ് ചെയ്തത്. അവിടെ പ്രധാനമായിട്ടും കുറിപ്പ് എഴുതും അല്ലെ, ഡോക്ടർ ഒരു കുറിപ്പ് എഴുതും. നമുക്കറിയാം ഈ വ്യക്തിയെ ഈ വ്യക്തി എന്ത് ലക്ഷണത്തോടു കൂടിയാണ് വന്നത്, ആ ലക്ഷണം വെച്ചിട്ട് ഇവര് എക്സാം ചെയ്തപ്പോ എന്താണ് അല്ലെ നിരീക്ഷണാർത്ഥം എന്താണ് കണ്ടെത്തിയത്, അതിന് ഡയഗ്നോസിസ് ടെസ്റ്റിംഗും കാര്യങ്ങൾക്കൊക്കെ വിധേയമായിട്ടുള്ള റിപ്പോർട്ടുകൾ, ഇതിനെന്താണ് അദ്ദേഹം നിർദ്ദേശിച്ചിട്ടുള്ള മെഡിസിൻ കാര്യങ്ങളും, പിന്നെ അവസാനം എന്താണ് ഇപ്പോഴത്തെ നിലവിലെ പ്രോഗ്രസ് അല്ലെ, ഇപ്പൊ എങ്ങനെയാണ് വ്യക്തിയുടെ ആദ്യമുള്ള അസുഖങ്ങൾ മാറിയോ, പുതിയ എന്തെങ്കിലും അസുഖങ്ങളൊക്കെ വന്നോ, അങ്ങനെയൊക്കെയുള്ള എല്ലാ ഡീറ്റെയിൽസും ഒക്കെ അതിൽ ഉൾപ്പെടും. അപ്പൊ അതില് പ്രധാനമായിട്ട് ലാസ്റ്റ് പോയിന്റ് നോക്കുക. ഈച്ച് നോട്ട് ഈസ് preceded by the number and title of the asked problem and contains any SOAP. അതില് ഈ ഒരു നോട്ട് നമ്മൾ ഈ കുറിപ്പ് എഴുതുന്നതോടൊപ്പം തന്നെയാണ് SOAP എന്നുള്ള അതിന്റെ ആ പ്രത്യേകത വരുന്നത്. ഈച്ച് നോട്ട് അല്ലെ, ഓരോ കുറിപ്പിനോടും അനുബന്ധിച്ച് തന്നെ എന്താണ് അതിന്റെ ആദ്യ പ്രശ്നത്തിനും അതേമാതിരി തന്നെ അതിന്റെ നമ്പർ ഉണ്ടാകും അല്ലെ, ഏത് വ്യക്തിയാണെന്നുള്ള ഐഡന്റിഫിക്കേഷൻ നമ്പറും അതിന്റെ ശീർഷകവും എല്ലാം ഉൾപ്പെടുന്നതോടൊപ്പം തന്നെ ഇതിൽ സോപ്പ് എന്ന് പറയുന്ന അല്ലെ, സോപ്പ് എന്ന് പറയുന്നതിന്റെ എന്താണ് ഡീറ്റെയിൽസ് എന്ന് മനസ്സിലായാലാണ് നിങ്ങൾക്കത് എന്താണ് വ്യക്തത ഉണ്ടാവുകയുള്ളൂ. നമുക്ക് അതുകൊണ്ട് തന്നെ എന്താണ് SOAP എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നോക്കാം. ഇതിന്റെ ഫസ്റ്റ് പോയിന്റ് തന്നെ പറയുന്നത് ദ പ്രോസസ് ഓഫ് പ്രിസീഡിങ് എ നോട്ട് ബൈ എനി ഓർ ഓൾ ഓഫ് ദ ഫോളോയിങ് എലമെന്റ്. അതായത് ഒരു ആ പ്രോഗ്രസ് നോട്ടിനോടൊപ്പം തന്നെ അവര് എന്താണ് SOAP ഉൾപ്പെടുത്തണം എന്ന് പറയുന്നത്. എന്താണ് ഈ SOAP എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അതിന്റെ ഫുൾ ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മൂന്നുമാണ്. നോക്കുക, സബ്ജക്റ്റീവ്, ഒബ്ജക്റ്റീവ്, അസസ്മെന്റ്, തന്നെ പ്രോഗ്രസ്. അതാണ് ഉദ്ദേശിക്കുന്നത്. SOAP അവിടെ പോയിന്റ് വൈസ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. സബ്ജക്റ്റീവ്, ഒബ്ജക്റ്റീവ്, അസസ്മെന്റ്, ദെൻ പ്രോഗ്രസ്. സബ്ജക്റ്റീവ് ഉദ്ദേശിക്കുന്നത് എന്താണ്? സിംപ്റ്റം അല്ലെ, അത് സിംപത്തോമാറ്റിക് എന്ന് വെച്ചാൽ എന്താണ്, നമ്മൾ ഏതെങ്കിലും ഒരു ലക്ഷണത്തോട് കൂടിയിട്ടായിരിക്കും ഡോക്ടറിനെ നമ്മൾ കാണാനായിട്ട് വരുന്നത് അല്ലെ. നമ്മളിപ്പോ എന്തെങ്കിലും പനിയുടെ ലക്ഷണമോ നമ്മുടെ വയറുവേദനയുടെ ലക്ഷണമോ എന്തെങ്കിലും വൈകാരികമായിട്ടാണ് ഡോക്ടറെ നമ്മൾ കാണാനായിട്ട് വരുന്നത് അല്ലെ. അപ്പൊ അതാണ് സബ്ജക്റ്റീവില് അവിടെ ഉദ്ദേശിക്കുന്നത്. ഈ വ്യക്തി അഡ്മിഷന് വന്നപ്പോൾ എന്തായിരുന്നു സിംറ്റംസ് അല്ലെ, അതാണ് സിംപ്റ്റമാറ്റിക് എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ ആ ഒരു സിംറ്റംസ് എന്തായിരുന്നു എന്നുള്ളത്. ദെൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുമ്പോൾ മെഷറബിൾ അല്ലെ, ഒബ്സർവബിൾ എന്ന് വെച്ചാൽ അദ്ദേഹം ആ ഡോക്ടർ എന്താണ് ഒബ്സർവ് ചെയ്തപ്പോൾ നിരീക്ഷിച്ചപ്പോൾ എന്താണ് വ്യക്തമായത്. നമുക്കറിയാം ലക്ഷണങ്ങൾ നമ്മൾ എന്തായാലും ഡോക്ടറുടെ അടുത്ത് ചിലപ്പോൾ പറയും, ഡോക്ടറും എക്സാമിൻ ചെയ്യും. അപ്പൊ ഡോക്ടറിന്റെ അല്ലെ മൈൻഡിൽ നമുക്കറിയാം ആ ലക്ഷണങ്ങൾ വെച്ചിട്ടുള്ള അസുഖങ്ങൾ അവരുടെ ഒബ്സർവേഷനിൽ വരും. അതാണ് ആ ഡീറ്റെയിൽസ് ആണ് ഒബ്ജക്റ്റീവ്സിൽ കൊടുക്കുക. പിന്നെ അസസ്മെന്റ് നമുക്കറിയാം അവിടെ വിലയിരുത്തൽ അല്ലെ, വിലയിരുത്തുന്നുണ്ട്. ഈ പറഞ്ഞ മാതിരി എന്താണ് ഒബ്ജക്റ്റീവ്സിലൊക്കെ വരുമ്പോഴാണ് സാധാരണയായിട്ട് അദ്ദേഹം ടെസ്റ്റിനും കാര്യങ്ങൾക്ക് വരാം അല്ലെ. ഒബ്സർവേഷൻ നടത്തുമ്പോൾ ചില ടെസ്റ്റുകൾക്ക് അല്ലെ ഡയഗ്നോസിസ് പർപ്പസിന് വേണ്ടിയിട്ടായിരിക്കും. എന്തെങ്കിലും ബ്ലഡ് ടെസ്റ്റ് ചെയ്യണമെന്നോ അല്ലെങ്കിൽ CT എടുക്കണമെന്നോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ഡോക്ടർ ലക്ഷണം വെച്ച് പരിശോധിച്ചതിന് ശേഷം എന്താണ് പേഷ്യന്റിന് നിർദ്ദേശിക്കും. അപ്പൊ ഒബ്ജക്റ്റീവ്സ് കഴിഞ്ഞ് കഴിയുമ്പോഴാണ്
എന്താണ് അതിന്റെ റിസൾട്ടിന്റെ ബേസിലാണ് അസസ്മെന്റ് നടത്തുക അല്ലെ, വിലയിരുത്തുക. ഓക്കെ, ഈ വ്യക്തിക്ക് ഇന്ന അസുഖം വന്നിട്ടുണ്ട് അല്ലെ, അങ്ങനെയാണ് അല്ലെ, നമ്മൾ അങ്ങനെയല്ലേ ഡോക്ടറിനെ വിസിറ്റ് ചെയ്യുമ്പോൾ ചെയ്യുന്നത്. ആദ്യം നമ്മളുടെ ലക്ഷ്യങ്ങൾ നമ്മൾക്ക് ഡോക്ടറോട് പറയും, ഡോക്ടർ ഒബ്സർവ് ചെയ്യും, ചില ടെസ്റ്റുകൾക്ക് വിധേയമാക്കണമെന്ന് പറയും. അതിന്റെ റിസൾട്ട് കിട്ടിയതിന് ശേഷം വിലയിരുത്തും. ഓക്കെ, ഇന്ന പ്രോബ്ലം ആണ് അല്ലെ. എന്താണ് അവിടെ പറയുന്നത്? ഇന്റർപ്രിറ്റേഷൻ ഓർ ഇംപ്രഷൻ ഓഫ് ദ പ്രസന്റ് കണ്ടീഷൻ ആൻഡ് പ്ലാൻ. ഓക്കെ, നിലവിലെ ആ കണ്ടീഷൻ അനുസരിച്ചിട്ട് എന്താണ് ആ വ്യക്തിക്കുള്ളതെന്ന് സ്ഥിരീകരിക്കുന്നു അല്ലെ, വിലയിരുത്തുന്നു. നെക്സ്റ്റ് എന്താണ് അത്? റൈറ്റിംഗ് ഓഫ് എ പ്രോഗ്രസ് നോട്ട്. വീണ്ടും എന്താണ് അദ്ദേഹം നമുക്ക് മെഡിസിൻ കുറിച്ച് തരും അല്ലെ. ഇന്ന അസുഖങ്ങൾ ഉണ്ടെങ്കിൽ എന്താണ് നമ്മൾ ഇന്ന മെഡിസിൻസ് അല്ലെങ്കിൽ ഇന്ന ഫുഡ് ഡയറ്റീഷ്യൻ കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നൊക്കെ ഉള്ള പ്രോഗ്രസ് നോട്ട് നമുക്ക് കുറിച്ച് തരും. അങ്ങനെയാണ് ആ ഒരു SOP എന്നുള്ള ആ ഒരു രീതി അവിടെ പെർഫോം ചെയ്യുന്നത്. നോക്കാതെ റൈറ്റിംഗ് ഓഫ് എ പ്രോഗ്രസ് നോട്ട് ഇൻ ദ POMR ഫോർമാറ്റ് ഈസ് ഓഫൺ റെഫേർഡ് ടു ആസ് സോപ്പിംഗ്. അപ്പൊ എന്താണ് സോപ്പിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഈ ഒരു ഫോർമാറ്റില് ഏത് രീതിയിൽ ആദ്യം തന്നെ എന്താണ് സബ്ജക്റ്റീവ് ലക്ഷണങ്ങൾ എന്താണ്, ദെൻ ഒബ്ജക്റ്റീവ് ഇദ്ദേഹത്തിന്റെ നിരീക്ഷണ അടിസ്ഥാനത്തിൽ എന്തൊക്കെ ഡയഗ്നോസ്റ്റിക് ഒക്കെ നടത്തി, ദെൻ അതിന്റെ അസസ്മെന്റ് അതിന്റെ റിസൾട്ട് വെച്ചിട്ട് അദ്ദേഹം എന്താണെന്ന് മനസ്സിലാക്കുന്നു. ദെൻ പ്രോഗ്രസ് അല്ലെ, നമുക്കറിയാം മെഡിസിൻ ഒക്കെ എടുത്തതിന് ശേഷമൊക്കെ നമുക്ക് പ്രോഗ്രസ് ഉണ്ടോ എന്നുള്ളത്. ഇൻ കേസ് അഡ്മിഷൻ പേഷ്യന്റ് ആകുമ്പോൾ നമുക്കറിയാം അവിടെ അല്ലെ നമുക്ക് തീർച്ചയായിട്ടും അഡ്മിഷൻ കൊടുക്കുന്നതോടൊപ്പം തന്നെ അവര് മെഡിസിൻസും ഭക്ഷണത്തിലെ കാര്യങ്ങളൊക്കെ കൺട്രോൾ ഒക്കെ ചെയ്തതിനു ശേഷം വ്യത്യാസങ്ങൾ വരുന്നുണ്ടോ അതെല്ലാം അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവും അല്ലെ. അതാണ് ആ പ്രോഗ്രസ് നോട്ട് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ ആ ഒരു ക്രമത്തില് നമ്മള് എന്താണ് റെക്കോർഡ് ചെയ്യുമ്പോൾ അത് ആ കുറിപ്പോട് കൂടിയിട്ട് അദ്ദേഹം പ്രോഗ്രസ് റിപ്പോർട്ട് സമർപ്പിക്കുമ്പോഴാണ് എന്താണ് സോപ്പിംഗ് എന്നുള്ള ആ ഒരു കൃത്യം ആ ഒരു ഫോർമാറ്റ് അവിടെ കംപ്ലീറ്റഡ് ആവും. ഓക്കെ, എന്താണ് സോപ്പിംഗ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിച്ച് മനസ്സിലായോ? അവിടെ എന്താണ് റെപ്രസെന്റ് ചെയ്യുന്നത്? സബ്ജക്റ്റീവ്, ദെൻ O റെപ്രസെന്റ് ചെയ്യുന്നത് ഒബ്ജക്റ്റീവ്, ദെൻ A അസസ്മെന്റ്, ദെൻ P പ്രോഗ്രസ് നോട്ട്. ക്ലിയർ ആയോ? അപ്പൊ ഈ ഒരു രീതിയിലാണ് അദ്ദേഹത്തിന്റെ പേഷ്യന്റിന്റേതായിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും എന്താണ് കീപ്പ് ചെയ്തു പോകുന്നത്. ദെൻ അതോടുകൂടി POMR രീതിയിലുള്ള നമ്മുടെ റെക്കോർഡിങ്ങും എന്താണ് മെഡിക്കൽ റെക്കോർഡ് സിസ്റ്റം ആണ് അവസാനിച്ചത്. ദെൻ നമുക്ക് ഒരു ഇന്റഗ്രേറ്റഡ് മെഡിക്കൽ റെക്കോർഡ് അല്ലെ, അതൊരു കൺഫ്യൂഷൻ ഒക്കെ ഉണ്ടാക്കി ഇടയ്ക്കിടയ്ക്കൊക്കെ ജസ്റ്റ് കട്ടൊക്കെ ചെയ്തിരുന്നു അല്ലെ. ഇവിടെയുള്ള ഇന്റഗ്രേറ്റഡ് റെക്കോർഡ് നിങ്ങൾക്ക് കേൾക്കുമ്പോൾ തന്നെ അറിയാം, പണ്ട് പറഞ്ഞ മാതിരി തന്നെ ഒരു അല്ലെ എല്ലാം കൂടിയും കളക്ട് ചെയ്യുന്ന രീതിയാണ്. പക്ഷെ ഇവിടെ ഒരു ചെറിയൊരു വേരിയേഷൻ വരുന്നുണ്ട്. അതാണ് അവിടെ വെച്ച് ഞാൻ പറയാതിരുന്നത്. എന്തായാലും സെപ്പറേറ്റ് നോക്കാം. ഓൾ ഫോംസ് ആർ കമ്പൈൻഡ് ഇൻ സ്ട്രിക്റ്റ് ക്രോണോളജിക്കൽ ഓർഡർ. അതായത് ഈ ഒരു റെക്കോർഡ് സിസ്റ്റം അനുസരിച്ചിട്ട് എന്താണെന്ന് വെച്ചാൽ ഒരു പേഴ്സൺ അല്ലെ ഒരു പേഷ്യന്റ് അഡ്മിഷന് വരുമ്പോൾ അഡ്മിഷൻ എടുക്കുന്ന എല്ലാ ഡീറ്റെയിൽസും എല്ലാം തന്നെ റെക്കോർഡ് ചെയ്യും. അത് ആ റെക്കോർഡ് ചെയ്യുന്നതിന് ഒരു രീതിയുണ്ട്. എല്ലാ ഫോംസ് അല്ലെ കമ്പൈൻഡ് ഇൻ സ്ട്രിക്റ്റ് ക്രോണോളജിക്കൽ ഓർഡർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു കൃത്യമായിട്ടുള്ള ഒരു ഓർഡർ ലാസ്റ്റ് ആ ഒരു സെന്റൻസിൽ കൊടുക്കുന്നുണ്ട്, ഏത് ഓർഡറിലാണ് അത് കീപ്പ് ചെയ്യേണ്ടത്. അങ്ങനെ ഒരു കൃത്യമായിട്ടുള്ള ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഓർഡറിലാണ് ഈ റെക്കോർഡുകളെല്ലാം സൂക്ഷിക്കേണ്ടത്. On the nursing station, the most current entries will be at the beginning of the record. നമുക്കറിയാം നഴ്സിംഗ് സ്റ്റേഷനിൽ നമുക്ക് ഇപ്പൊ ലാസ്റ്റ് ടൈമിൽ എന്താണോ അല്ലെ എന്താണ് ഈ വ്യക്തിയെ പരിശോധനയും മെഡിസിൻ ഒക്കെ എന്താക്കി ഇന്നെയാണ് ട്രീറ്റ് ചെയ്യുന്നത്, ഇന്നത്തെ ദിവസം എന്താണോ ലാസ്റ്റ് ഡേ ഇന്നാണെങ്കിൽ ഈ വ്യക്തിയുടെ ഇന്നത്തെ ദിവസത്തിന്റെ മാറ്റേഴ്സ് ആയിരിക്കും അവിടെ നഴ്സിംഗ് സ്റ്റേഷനിൽ ആദ്യം തന്നെ റെക്കോർഡിക്കലായിട്ട് കാണുക. Then on the discharge it will be recognized so that the complete medical record read from admission to discharge. നമ്മൾ നേരത്തെ കണ്ട മാതിരി തന്നെ ഡിസ്ചാർജിന്റെ സമയത്ത് അവർ ഓർഡർ ചെയ്യും, എന്താണ് അഡ്മിഷൻ തുടങ്ങി ഓർഡർ ചെയ്യും. പക്ഷെ ആ ഓർഡർ ചെയ്യുന്നതിൽ ഒരു പ്രത്യേകതയുണ്ട്. സോ എ പേഷ്യന്റ് റെക്കോർഡ് may have history and physical examination followed by progress note, then a nurse note, X-ray report, addition progress note, and then consultation report and so on. അതായത് അവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി അഡ്മിഷൻ തുടങ്ങി ലാസ്റ്റ് ഡിസ്ചാർജ് ചെയ്യുന്നവരെ കാര്യങ്ങളെല്ലാം റിപ്പോർട്ട് അല്ലെ നമ്മൾ കാണിക്കുമെന്നത് സെയിം ആണ്. പക്ഷെ ഇവിടെ എന്താണ് എങ്ങനെയാണ് ഈ അഡ്മിഷൻ തുടങ്ങിയിട്ടുള്ള റിപ്പോർട്ടുകൾ എന്താണ് റെക്കോർഡിൽ കീപ്പ് ചെയ്യാനെന്ന് പറയാനായിട്ട് ഒരു ഓർഡർ ഉണ്ട്. അതാണ് പറയുന്നത് സ്ട്രിക്റ്റ് ക്രോണോളജിക്കൽ ഓർഡർ എന്ന് പറയുന്നത്. ആ സ്ട്രിക്റ്റ് ക്രോണോളജിക്കൽ ഓർഡറിൽ ഫസ്റ്റ് പറയുന്നത് എന്താണ് ഹിസ്റ്ററി ആൻഡ്
ഫിസിക്കൽ എക്സാമിനേഷൻ. ആദ്യം തന്നെ അദ്ദേഹത്തിന്റെ ഹിസ്റ്ററിയും ഫിസിക്കൽ എക്സാമിനേഷനുമാണ് കാണിക്കുക. എന്താണ് ഫോളോഡ് ബൈ പ്രോഗ്രസ് നോട്ട്. അതിനുള്ള പ്രോഗ്രസ് നോട്ട് നമുക്കറിയാം എത്രത്തോളം പുരോഗതി ഇപ്പോൾ നിലവിൽ ഈ വ്യക്തിക്ക് എങ്ങനെയുണ്ട് എന്നുള്ള കാര്യം കാണിക്കുന്നു. നേഴ്സ് നോട്ട്. നമുക്കറിയാം നേഴ്സസ് അവരുടെ ട്രീറ്റ്മെന്റ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നതെന്നുള്ള നോട്ടായിരിക്കും. എക്സ്റേ റിപ്പോർട്ട്, അഡീഷണൽ പ്രോഗ്രസ് നോട്ട്. ഇൻ കേസ് എന്തെങ്കിലും വേദഗതികളൊക്കെ നമുക്കറിയാം ചില കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ചില അസുഖങ്ങൾ പോയിട്ടുണ്ടാവും, ആദ്യം തന്നെ പോയിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്തെങ്കിലും അതിനുമായി ബന്ധപ്പെട്ട കേസ് വരുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ മാത്രം ചില മെഡിസിൻസ് ഒക്കെ എടുത്താൽ മതി. അപ്പൊ അങ്ങനെ എന്തെങ്കിലും അഡീഷണൽ പ്രോഗ്രസ് നോട്ട് ഉണ്ടെങ്കിൽ കൺസൾട്ടേഷൻ റിപ്പോർട്ട് ആൻഡ് അങ്ങനെയുള്ള ഒരു ക്രോണോളജിക്കൽ ഓർഡറിലാണ് ഈ ഒരു മെഡിക്കൽ റിപ്പോർട്ട് സൂക്ഷിച്ചു വെക്കേണ്ടത്. അതാണ് ഇന്റഗ്രേറ്റഡ് മെഡിക്കൽ റെക്കോർഡ്സ്. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? വായിച്ചു നോക്കണോ? സോ ഇന്റഗ്രേറ്റഡ് മെഡിക്കൽ റെക്കോർഡ് ജസ്റ്റ് വായിച്ചു നോക്കുക. എന്തെങ്കിലും ഡൗട്ടുകൾ എന്തെങ്കിലും ചോദിക്കാട്ടോ. ഒരു 2 പോയിന്റും കൂടി ഉള്ളതില് ഒന്നുകൂടി പറയാം. ഇന്റഗ്രേറ്റഡ് മെഡിക്കൽ റെക്കോർഡ്സ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞിരുന്നു റെക്കോർഡുകളെല്ലാം ഡിസ്ചാർജിന്റെ സമയത്ത് ആദ്യം തന്നെ ഈ പ്രാവശ്യത്തെ കഴിഞ്ഞ മറ്റു ക്ലാസ്സുകൾ എടുത്തപ്പോൾ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഡിസ്ചാർജിന്റെ സമയത്ത് വീണ്ടും ആദ്യമുള്ള അഡ്മിഷൻ തുടങ്ങിയുള്ള ഓർഡർ വരില്ലേ എന്നുള്ളൊരു കൺഫ്യൂഷനാണ്. പക്ഷെ അവിടെ ഡിസ്ചാർജ് അഡ്മിഷൻ തുടങ്ങി ഡിസ്ചാർജ് വരെയുള്ള ഒരു ഓർഡർ വരുന്നുണ്ടെങ്കിലും അവിടെ എങ്ങനെയാണോ ഈ അഡ്മിഷന്റെ കഴിഞ്ഞിട്ട് എങ്ങനെയാണത് റെക്കോർഡ് കീപ്പ് ചെയ്യേണ്ടതെന്ന് പ്രത്യേകം എടുത്ത് പറയുന്നില്ല. ഇവിടെ പക്ഷെ കൃത്യമായിട്ടൊരു ഓർഡർ പറയുന്നുണ്ട്. ആദ്യം എഴുതി വെക്കണം അഡ്മിഷൻ കഴിഞ്ഞതിന് ശേഷം എന്താണ് ഇദ്ദേഹത്തിന്റെ ഹിസ്റ്ററി വെക്കണം, ഫിസിക്കൽ എക്സാമിനേഷൻ വെക്കണം, എന്താണ് പ്രോഗ്രസ് നോട്ട് വെക്കണം, അതിനുശേഷം നഴ്സസിന്റെ നോട്ട് വെക്കണം, എക്സ്റേ റിപ്പോർട്ട് വെക്കണം, അഡീഷണൽ പ്രോഗ്രസ് നോട്ട് വെക്കണം, ദെൻ കൺസൾട്ടേഷൻ റിപ്പോർട്ട് ആൻഡ് സോ ഓൺ. അങ്ങനെ ഒരു ഓർഡർ ഇതിൽ കൃത്യമായിട്ട് എടുത്തു പറയുന്നു. അങ്ങനെയുള്ള രീതിയിൽ തന്നെയായിരിക്കണം അഡ്മിഷൻ തുടങ്ങി ഡിസ്ചാർജ് വരെയുള്ള റെക്കോർഡുകളെല്ലാം കീപ്പ് ചെയ്യേണ്ടത്. അത് ഏതിനാണ്? ഇന്റഗ്രേറ്റഡ് മെഡിക്കൽ റെക്കോർഡ്സ്. ക്ലിയർ ആയോ? ഇത്രയാണ് വേരിയേഷൻ ഉള്ളൂ. അതിന്റെ അഡ്വാൻറ്റേജസ് നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ ഇതിന്റെ ഒരു അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് ഓൾ ഇൻഫോർമേഷൻ ഓൺ എ പർട്ടിക്കുലർ എപ്പിസോഡ് ഓഫ് കെയർ ഈസ് ടുഗദർ, thus giving an exact picture of the patient's illness and response to treatment. അതായത് ഒന്നിച്ചാണ് എല്ലാ റെക്കോർഡ്സുകളും ഒന്നിച്ചായത് കൊണ്ട് തന്നെ ഈ വ്യക്തിക്ക് എന്തൊക്കെ ഡയഗ്നോസ്റ്റിക് ആയിട്ടുള്ള എന്തെങ്കിലും ടെസ്റ്റുകൾ വിധേയമായോ, എക്സ്റേ കാര്യങ്ങളൊക്കെ നടത്തിയോ, അതിന്റെയൊക്കെ ഫലങ്ങൾ എന്താണ്, അല്ലെങ്കിൽ മെഡിസിൻസ് ഏതൊക്കെയാണ് കൊടുത്തത്, അതെല്ലാം തന്നെ ഒറ്റയടിക്ക് തന്നെ മനസ്സിലാക്കി എടുക്കാനായിട്ട് സാധിക്കും എന്നുള്ളത് ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജ് ആണ്. പേഷ്യൻസ് പ്രോഗ്രസ് ക്യാൻ ബി ഡിസൈഡഡ് റാപ്പിഡ്. അതായത് പെട്ടെന്ന് തന്നെ പേഷ്യന്റിന്റെ പ്രോഗ്രസ് എങ്ങനെ എത്ര ദിവസം കൊണ്ട് ഇദ്ദേഹം ഓരോ അസുഖത്തിനെയും തരണം ചെയ്ത് പോയി, ഇത്രയും ബെറ്റർ ആവാൻ എത്ര ദിവസം എടുത്തു, അങ്ങനെയൊക്കെ പെട്ടെന്ന് തന്നെ അത് തീരുമാനിച്ചെടുക്കാനൊക്കെ ആയിട്ട് സാധിക്കും എന്നുള്ളത് മനസ്സിലാക്കി എടുക്കാനായിട്ട് സാധിക്കും. ഇൻ കേസ് പിന്നൊരു ടൈമിലാണെങ്കിലും ഈ വ്യക്തിയെ കുറിച്ചിട്ട് നോക്കുമ്പോൾ എല്ലാം ഒന്നിച്ചാണ് ഇരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കി എടുക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അതാണ് അവിടെ പ്രധാനമായിട്ടും പറയുന്നത്. എല്ലാം ടുഗദർ എന്ന് പറയുന്നത് എല്ലാ തരത്തിലുള്ള ടെസ്റ്റ് കാര്യങ്ങളും റിപ്പോർട്ടും എല്ലാം തന്നെ ഒന്നിച്ച് തന്നെയാണ് ഇവിടെ സൂക്ഷിച്ചു വെക്കുന്നത്. ഇതൊരു പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജസ് ആണ്. ഡിസഡ്വാൻറ്റേജസ് വരുമ്പോൾ നമുക്കറിയാം ഒരു ഇത് മാത്രമാണ്, ഒരു പേഷ്യന്റിന്റെ ഇൻഫോർമേഷൻസ് മാത്രമാണ് ഒന്നിച്ചു വെക്കുന്നത് ഒരു കമ്പാരിസൺ അവിടെ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കില്ല. ആ വ്യക്തിയെ അപേക്ഷിച്ച് മെഡിസിൻസ് കൊടുത്തപ്പോൾ എന്തെങ്കിലും ബാഡ് എഫക്റ്റ് വന്നോ, അല്ലെങ്കിൽ ഒരു കമ്പാരിസൺ നമുക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും ഹിസ്റ്ററി എന്തെങ്കിലും ലാബിന്റെ ഒക്കെ റിപ്പോർട്ടുകൾ അവലോകനം ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു കമ്പാരിസൺ നടത്തി മനസ്സിലാക്കാനായിട്ട് സാധിക്കില്ല എന്നുള്ളതാണ് ഡിസഡ്വാൻറ്റേജ്. സിമിലർ ഇൻഫോർമേഷൻ ഈസ് ഡിഫിക്കൽട്ട് ടു compare because all reports of one type are not together in the record. Example, fasting blood sugar levels, only one individual can record at a time.
നമുക്കറിയാം മെഡിക്കൽ റിപ്പോർട്ട് അല്ലെ ഒന്നിച്ച് നമുക്കൊരു ലാബിലെ റിപ്പോർട്ട്സ് ഒക്കെ നോക്കാനായിട്ട് നമുക്ക് സാധിച്ചെന്ന് വരില്ല. കാരണം എല്ലാവരെയും ഒന്നിച്ച് അല്ലെ ഓരോ പേഷ്യന്റിന്റെയും ഓരോ ഡോക്ടറിന്റെ അണ്ടറിലും ഒന്നിച്ചാണ് കീപ്പ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ ഇപ്പൊ മെഡിക്കൽ റിപ്പോർട്ട് എടുത്തിട്ട് ഇന്ന മെഡിസിൻ കഴിച്ചിട്ട് എല്ലാവർക്കും എന്തെങ്കിലും എഫക്ട് ചെയ്തു എന്നൊരു കമ്പാരിസൺ ഒന്നും നടത്താനായിട്ട് സാധിക്കില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു ഡിസഡ്വാൻറ്റേജ്. ക്ലിയർ ആയോ? ഒരു എക്സാമ്പിളും പറയുന്നുണ്ട്. ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ ലെവൽസ് അല്ലെ. ഫസ്റ്റ് സെന്റൻസ് പറയുന്നത് സിമിലർ ഇൻഫോർമേഷൻ ഈസ് ഡിഫിക്കൽട്ട് ടു ബി കമ്പയർഡ് because all records of the one type are not together in the record. അതായത് എന്താണ് എല്ലാം ഒന്നിച്ചാണ് റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓരോ റെക്കോർഡ് അല്ലെ ഓരോ ടൈപ്പ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും പ്രത്യേകം ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ അവിടെ കമ്പാരിസൺ നടത്താനായിട്ട് അല്ലെ സിമിലർ ഇൻഫോർമേഷൻ സിമിലർ ആയിട്ടുള്ള ഒരേപോലെയുള്ള ഇൻഫോർമേഷൻസുമായിട്ട് വരുന്ന പേഷ്യൻസിൻ്റെതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവാലുവേറ്റ് ചെയ്യാനായിട്ടൊന്നും എന്താണ് കമ്പാരിസൺ നടത്തി നോക്കാനൊന്നും സാധിക്കില്ല എന്നുള്ളതാണ്. അതിന്റെ ഒരു എക്സാമ്പിളും പറയുന്നുണ്ട്. ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ ലെവൽ അല്ലെ അതിന്റെ ബ്ലഡ് ഷുഗർ ലെവൽ എടുക്കുമ്പോൾ ഓൺലി വൺ ഇൻഡിവിജ്വൽ ക്യാൻ റെക്കോർഡ് അറ്റ് എ ടൈം. അപ്പൊ നമ്മൾക്കറിയാം ചില മെഡിസിൻസ് ചിലർക്ക് അലർജിറ്റിക് ആയിട്ടുള്ള എന്തെങ്കിലും പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ അവർക്കൊന്ന് മാറ്റി കൊടുക്കാന്ന് വെച്ചാൽ എഫക്ട് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ പെട്ടെന്നൊന്ന് ഇവാലുവേറ്റ് ചെയ്ത് മനസ്സിലാക്കാനായിട്ടൊന്നും സാധിക്കില്ല എന്നുള്ളതാണ് ഈ ഒരു ഇന്റഗ്രേറ്റഡ് മെഡിക്കൽ റെക്കോർഡിന്റെ ഡിസഡ്വാൻറ്റേജസ് ആയിട്ട് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? വായിച്ചു നോക്കാം. എന്തെങ്കിലും മെഡിക്കൽ റെക്കോർഡ് കുറച്ച് ദിവസം എടുത്താണ് നമ്മൾ തീർച്ചത്. അതൊക്കെ സിമ്പിളാണ് അല്ലെ. ഇടയ്ക്കിടയ്ക്ക് ഒരു ഇച്ചിരി ബുദ്ധിമുട്ടുള്ള ഭാഗങ്ങൾ ഉണ്ടായിരുന്നു. ക്ലിയർ അല്ലേ? എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? നിങ്ങളുടെ കയ്യില് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഉണ്ടാകും അല്ലെ. ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് നെക്സ്റ്റ് നമുക്ക് എടുക്കാനുള്ളതാണെന്ന്. എന്തെങ്കിലും ഇതിൽ ഡൗട്ട് ഉണ്ടോ? നമുക്ക് ഡിസാസ്റ്റർ മാനേജ്മെന്റ് എടുക്കാം, സ്റ്റാർട്ട് ചെയ്യാം. ആരും റെസ്പോണ്ട് ചെയ്യുന്നില്ല. ഓക്കെ, എടുക്കാം. ഡിസാസ്റ്റർ മാനേജ്മെന്റിലേക്ക് പോകാം. വലിയൊരു ചാപ്റ്റർ ആണ്, പക്ഷെ നമുക്ക് അറിയാവുന്ന ഒരു ഭാഗം കൂടിയാണ്. ഡിസാസ്റ്റർ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാലേ, മിക്കവാറും ഒരു 1 ഇയറിൽ എവിടെയെങ്കിലൊക്കെ ദുരന്തങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ടാവും. തിരിച്ച് നമ്മുടെ അടുത്തല്ലെങ്കിലും എവിടെയെങ്കിലൊക്കെ ദുരന്തങ്ങൾ സംഭവിച്ച കാര്യങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? ഉണ്ടാവില്ലേ? ദുരന്തങ്ങളെ കുറിച്ചിട്ട് നമ്മൾ കേൾക്കാറില്ലേ? ഇല്ലേ? ഓക്കെ, അപ്പൊ നമ്മള് ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ്. അത് ഹോസ്പിറ്റലിൽ നമുക്കറിയാം ചില കാര്യങ്ങൾ അല്ലെ. അപ്പൊ ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ എന്താണ് നമുക്കറിയാം, ദുരന്ത നിവാരണം അല്ലെ. ദുരന്തങ്ങൾ എപ്പോഴും ഉണ്ടാവും, അത് എങ്ങനെയാണ് മാനേജ് ചെയ്യുക എന്നുള്ളത്. ഹോസ്പിറ്റലൊക്കെ ആവുമ്പോൾ നമുക്കറിയാം എവിടെയെങ്കിലും പെട്ടെന്ന് ദുരന്തങ്ങൾ ഏർപ്പെട്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അല്ലെ അത് അതിന്റെ മുൻകരുതലുകളൊക്കെ എടുക്കേണ്ട ഒരു പ്ലേസ് അത് എവിടെയായിരിക്കും? ഒരു പെട്ടെന്ന് ഒരു ദുരന്തം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും പെട്ടെന്ന് ആക്ഷൻ എടുക്കേണ്ട ഒരു അല്ലെ ഒരു ഗ്രൂപ്പ് എന്ന് പറയുന്നത് ആരായിരിക്കും? മെഡിക്കൽ ഫീൽഡിലുള്ളവരല്ലേ ആണോ? നമ്മള് റെസ്പോണ്ട് ചെയ്യും. ലാസ്റ്റ് അവർ ആയതുകൊണ്ട് നമ്മൾ ആകെ സൈലന്റ് ആയിട്ടിരിക്കും. അങ്ങനെ വരുമ്പോൾ ഡിസാസ്റ്റർ പഠിപ്പിക്കാനും പറ്റില്ല, കാരണം അത് കുറച്ച് കട്ടിയുള്ളതാണ്. നിങ്ങളും കൂടി ആക്റ്റീവ് ആവാം, പക്ഷെ നമുക്ക് അറിയാവുന്ന ഭാഗങ്ങളാണ് അല്ലേ? ശരിയല്ലേ? എവിടെയെങ്കിലൊക്കെ ദുരന്തം വന്ന മെഡിക്കൽ ഫീൽഡിലുള്ളവരെ പെട്ടെന്ന് ഉണർന്നെഴുന്നേറ്റ് പ്രവർത്തിക്കേണ്ട ഒരു കാര്യമാണ് അല്ലേ? ശരിയല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. അവിടെ പ്രധാനമായിട്ടും അവിടെ നന്നായിട്ട് പ്രവർത്തിക്കണം അല്ലെ. പ്രത്യേകിച്ച് നമുക്കറിയാം ഹോസ്പിറ്റലിന്റെ സർവീസ് ഒക്കെ അവിടെ ആവശ്യമായിരിക്കും. ആംബുലൻസ് സർവീസുകൾ, ബെഡുകളൊക്കെ ഒരുക്കി വെക്കുക, അങ്ങനെയൊക്കെ അതൊക്കെ
നമ്മൾ പെട്ടെന്ന് തന്നെ ആക്റ്റീവായിട്ട് നമ്മൾ ഉണർന്നേക്കണം എന്നുള്ളതാണ് ഹോസ്പിറ്റലിന്റെ ഭാഗത്ത് നിന്ന് വരുന്നത്. അപ്പൊ അതിന്റെ ഒരു മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ ഒരു സിസ്റ്റമാറ്റിക് വേ കൊണ്ട് തന്നെ മാനേജ് ചെയ്താലാണ് അല്ലെ ആർക്കെങ്കിലൊക്കെ രക്ഷപ്പെടാനുള്ള അവസരങ്ങൾ കൊടുക്കാനായിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടൊക്കെ അല്ലെങ്കിൽ അവിടുത്തെ ഉള്ള മെഡിക്കൽ ഫീൽഡിലെ ആൾക്കാരെ കൊണ്ടൊക്കെ സാധിക്കുള്ളൂ. അപ്പൊ നോക്കാം ഡിസാസ്റ്റർ മാനേജ്മെന്റ്. ഡിസാസ്റ്റർ ഹാവ് ബീൻ in existence ever since the history of mankind and have molded the destiny of the earth and its people. അതായത് നമുക്കറിയാം മനുഷ്യരാശിയുടെ ഘട്ടം ആദ്യ കാലഘട്ടം മുതൽ നമുക്കറിയാം എന്താണ് ദുരന്തം എങ്ങനെയെങ്കിലൊക്കെ അല്ലെ പ്രകൃതി ദുരന്തം ഉണ്ടാവും, ആക്സിഡന്റൽ ആയിട്ടുള്ള കുറെ ദുരന്തങ്ങൾ ഉണ്ടാവും, എന്തെങ്കിലും ചിലപ്പോൾ ഫാക്ടറികളുടെ എന്തെങ്കിലുമൊക്കെ ദുരന്തങ്ങൾ സംഭവിക്കുന്നുണ്ടാവും. അങ്ങനെ മനുഷ്യരാശിയുടെ ചരിത്രം മുതൽ ദുരന്തങ്ങളെ കുറിച്ചിട്ട് നമുക്ക് കേൾക്കാനായിട്ട് ഇടയുണ്ട് അല്ലെ. നമ്മൾ എന്നിട്ട് എന്താ പറയാ ഒരു വിധി സംഭവിച്ചു അല്ലെ, എന്തോ ഒരു മനുഷ്യൻ വിചാരിക്കാത്ത ഒരു വിധി സംഭവിച്ചു പോയി. ഏതെങ്കിലും ഒരു ഇയറിൽ എന്തെങ്കിലുമൊക്കെ പ്രകൃതി ദുരന്തം സംഭവിക്കുമ്പോൾ എന്താണ് ആ ഭാഗത്തേക്ക് ഉള്ളവരെ വിധി കൊണ്ടുപോയി അല്ലെ. അവിടെ ഒരുപാട് പേരെ ജീവൻ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും പറയുന്നത് എന്താണ് അവർക്ക് ഇന്ന് ഈ പ്രാവശ്യത്തെ വിധി അവർക്ക് ഉള്ളതായിരുന്നു അല്ലെ. അത് ആ ദുരന്തം അവരെ കൊണ്ടുപോയി എന്നുള്ള ഒരു മൈൻഡിലേക്ക് അവസാനിക്കും. then വീണ്ടും എവിടെയെങ്കിലൊക്കെ ദുരന്തങ്ങൾ വരും അല്ലെ. അങ്ങനെയാണ് നമ്മൾ കേൾവിയിൽ വരുന്നത്. അപ്പൊ അത് തന്നെയാണ് ഇവിടെ സെന്റൻസ് ആയിട്ട് പറയുന്നത്. ഡിസാസ്റ്റേഴ്സ് ഹാവ് ബീൻ ഇൻ എക്സിസ്റ്റൻസ് എവർ സിൻസ് ദ ഹിസ്റ്ററി ഓഫ് മാൻകൈൻഡ് ആൻഡ് ഹാവ് മോൾഡഡ് ദ ഡെസ്റ്റിനി. പക്ഷെ എന്താണ് അത് വാർത്തെടുക്കുന്നു അല്ലെ, എന്താണ് വിധി എന്ന് ഉള്ള രീതിയിലാണ് അത് ചിത്രീകരിച്ചു പോകുന്നത്. ഡിസാസ്റ്റർ ഈവന്റ് എഫക്ട്സ് എവറി കമ്മ്യൂണിറ്റി ആൻഡ് നോ കമ്മ്യൂണിറ്റി ഈസ് ഫ്രീ ഫ്രം ഇറ്റ്. ദുരന്തം എന്നുള്ളത് ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗക്കാർക്കുള്ളതാണോ? അവർക്ക് മാത്രം ഫേസ് ചെയ്യേണ്ടി വരുന്ന ഒരു കാര്യമാണോ? അല്ല അല്ലെ, എല്ലാവരും തന്നെ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും അല്ലെ. ഇന്നലെ അവർക്ക് അല്ലെങ്കിൽ നാളെ നമുക്കാവാം എന്നുള്ള മൈൻഡിലൂടെ നമ്മൾ അത് സ്വീകരിക്കേണ്ടതായിട്ട് വരും അല്ലെ. ദ ഡിസാസ്റ്റർ ഇവന്റ് എഫക്ട്സ് എവറി കമ്മ്യൂണിറ്റി ആൻഡ് നോ കമ്മ്യൂണിറ്റി ഈസ് ഫ്രീ ഫ്രം ഇറ്റ്. Then the disasters may be the second major human problem after war in respect of monetary damage and the number of people killed or affected. നമുക്കറിയാം ഒരു യുദ്ധമൊക്കെ കഴിഞ്ഞാലേ ഇപ്പോൾ തന്നെ നമ്മൾ പേടിച്ചു പോയിരുന്നു അല്ലെ. പാകിസ്ഥാനൊക്കെ ആയിട്ടുള്ള യുദ്ധം വരില്ലേ എന്നൊക്കെ ഉള്ള ഒരു ബുദ്ധിമുട്ടിലായിരുന്നു അല്ലെ. അത് യുദ്ധം വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം കുറെ പേരുടെയൊക്കെ ജീവൻ നഷ്ടപ്പെടാൻ സാധ്യതയില്ല അല്ലെ. അതേമാതിരി തന്നെ സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ മോണിറ്ററി ഡാമേജസ് ഒക്കെ വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഒരുപാട് പേര് മരിച്ചു പോകാനായിട്ടുള്ള സാധ്യത. ഇതെല്ലാം എന്താണ് ഒരു യുദ്ധത്തിന്റെ ഭവിഷ്യത്തുകളാണ് അല്ലെ, അതിന്റെ ഒരു പരിണത ഫലമാണ്. ഡിസാസ്റ്റർ മേ ബി ദ സെക്കൻഡ് മേജർ ഹ്യൂമൻ പ്രോബ്ലം. അത് മനുഷ്യനെ അഭിമുഖീകരിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് അല്ലെ. ഈ ഇൻ റെസ്പെക്ട് ഓഫ് മോണിറ്ററി ഡാമേജ് എന്ന് പറയുമ്പോൾ പണപരമായിട്ടുള്ള സാമ്പത്തികമായിട്ടുള്ള ഡാമേജ് പറഞ്ഞാൽ നഷ്ടങ്ങൾ ഉണ്ടാകാം. ആൻഡ് നമ്പർ ഓഫ് പീപ്പിൾ കിൽഡ് ഓർ അഫക്റ്റഡ്. കുറെ പേർക്കൊക്കെ എന്താണ് മരിച്ചു പോയിട്ടുണ്ടാവാം. കുറെ പേരൊക്കെ അത് ശാരീരികമായിട്ടുള്ള അസ്വസ്ഥത അല്ലെ, ഒരുപാട് വൈകല്യങ്ങളൊക്കെ വരാനൊക്കെ ആയിട്ടുള്ള സാധ്യതകളുണ്ട്. ഇതൊക്കെ എന്താണ് ദുരന്തത്തിന്റെ ആഫ്റ്റർ എഫക്ട്സുകളാണ് അല്ലെ. മില്യൺസ് ഓഫ് പീപ്പിൾ ഫാൾ വിക്ടിം annually by natural disasters and result in a number of deaths, suffering and economic losses. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ അല്ലെ ഒരുപാട് ദശലക്ഷക്കണക്കിന് ആൾക്കാർ ഇതിന് ഇരയാകേണ്ട ഒരവസ്ഥയാണ് അല്ലെ. എവിടെയെങ്കിലൊക്കെ ദുരന്തം സംഭവിച്ചു കഴിഞ്ഞാൽ അത് നാച്ചുറൽ ആയിട്ടുള്ള ഫീൽഡിൽ നിന്നായാലും, അതായത് പ്രകൃതി ആയിട്ടുള്ള ദുരന്തങ്ങളാണെങ്കിലും മനുഷ്യനിർമ്മിത ദുരന്തങ്ങളാണെങ്കിലും ഒരുപാട് ജനങ്ങൾ അല്ലെ മില്യൺസ് ഓഫ് പീപ്പിൾ അതിന് ഇരകളാവേണ്ടതായിട്ട് വരും എന്നുള്ളതാണ്. ഇൻ കേസ് നാച്ചുറൽ ഡിസാസ്റ്റർ ആണെങ്കിലും അതിന്റെ റിസൾട്ടും ഇതൊക്കെ തന്നെയാണ്. ഒരുപാട് പേര് ജീവൻ നഷ്ടപ്പെടും, ഒരുപാട് എക്കണോമിക് ലോസ് അല്ലെ സാമ്പത്തിക നഷ്ടങ്ങളൊക്കെ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതകളുണ്ട്. ആൻഡ് ദ poorest countries are mostly affected by disasters economically and socially. പ്രത്യേകിച്ച് നമുക്കറിയാം അല്ലെ സാമ്പത്തികമായിട്ട് പിന്നോട്ട് നിൽക്കുന്ന രാജ്യങ്ങളൊക്കെ ആണെങ്കിൽ അവരുടെ സാമ്പത്തിക അവസ്ഥ തന്നെ തകിടം മറിഞ്ഞു പോകാനായിട്ടുള്ള സാധ്യത കൂടുതലാണ് അല്ലെ. അവിടെ എക്കണോമിക്കലി അവരുടെ സമ്പദ് വ്യവസ്ഥയെ അത് കളങ്കം വരുത്തും. ഒപ്പം തന്നെ സോഷ്യലി അല്ലെ നമുക്കറിയാം സാമൂഹ്യപരമായിട്ടും അവർക്ക് അല്ലെ ചിലപ്പോണെങ്കിൽ എല്ലാ കാര്യങ്ങളിലും ഓപ്പൺ ആവാനായിട്ടുള്ള ഒരു കപ്പാസിറ്റി ആ രാജ്യത്തിന് ഇല്ലാതെ വരും അല്ലെ. നമ്മുടെ സാമ്പത്തിക നഷ്ടത്തിനോടൊപ്പം തന്നെ സോഷ്യലി അവര് അൺഡെവലപ്ഡ് ആയിട്ട് പോകേണ്ടതായിട്ട് വരും. Disaster management can be defined as the organization and the management of resources and a responsibility for dealing with all humanitarian aspect of
എമർജൻസീസ്. അപ്പൊ ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? അടിയന്തര സാഹചര്യങ്ങളുടെ എല്ലാ മാനുഷിക വശങ്ങളുടെയും കൈകാര്യം ചെയ്യുന്നതിനുള്ള അല്ലെ ആസ്പെക്ട് അല്ലെ മാനേജ്മെന്റ് എന്ന് വെച്ചാൽ നമ്മുടെ ഈ മാനുഷിക വശങ്ങളെല്ലാം തന്നെ കൈകാര്യം ചെയ്യാൻ എപ്പോ അടിയന്തര സാഹചര്യങ്ങൾ വരുന്നത് അല്ലെ. അതോടൊപ്പം തന്നെ ഈ മനുഷ്യ വിഭവങ്ങളെ കുറിച്ചിട്ട് നമ്മൾ കൈകാര്യം ചെയ്യണമെങ്കിൽ അവിടെ ആക്ച്വലി എന്താണ് നമുക്കറിയാം, അവിടെ വിഭവശേഷി വേണം അല്ലെ. എന്തെങ്കിലും ഒരു അടിയന്തര ഘട്ടം വരുമ്പോൾ അവരെയൊക്കെ ഹെൽപ്പ് ചെയ്യണമെങ്കിൽ എന്തിനാ അതിന് ആവശ്യമായിട്ടുള്ള നമുക്ക് മെറ്റീരിയൽസ് ഒക്കെ വേണം അല്ലെ. അപ്പൊ ആ വിഭവങ്ങളുടെയും ഉത്തരവാദിത്തങ്ങളുടെയും ഒക്കെ ഓർഗനൈസേഷനും അതിന്റെ സംഘാടനവും മാനേജ്മെന്റുമാണ് എന്തെന്ന് പറയുന്നത് അവിടെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്നത് പറയുന്നത്. ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ എന്താണ്? ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ മനുഷ്യന്റെ കാര്യങ്ങൾ അല്ലെ, മനുഷ്യമുഖത്തിനെ നമുക്ക് മാന്യമായിട്ട് അവരെ ഒന്ന് ഹെൽപ്പ് ചെയ്യണമെങ്കിൽ നമുക്ക് അതിന് ആവശ്യമായിട്ടുള്ള വിഭവശേഷി വേണം അല്ലെ. നമ്മളിപ്പോ ഒരു പ്രകൃതി ദുരന്തം സംഭവിച്ചാൽ തന്നെ അവിടുത്തെ നിയറസ്റ്റ് ഹോസ്പിറ്റലിന് അവരെ കൈകാര്യം ചെയ്യാനുള്ള വിഭവശേഷി ഉണ്ടെങ്കിൽ മാത്രമാണ് അവർക്ക് അത് കൈകാര്യം ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ശരിയാണോ? അല്ലേ? എവിടെയെങ്കിലും ഒരു പ്രകൃതി ദുരന്തം വന്നു, എത്രയും പെട്ടെന്ന് അവിടുത്തെ ഏറ്റവും അടുത്തുള്ള ഹോസ്പിറ്റലിലേക്കൊക്കെ എത്തിക്കാനായിട്ടുള്ള അല്ലെ അതിനാവശ്യമായിട്ടുള്ള ട്രാൻസ്പോർട്ടേഷൻ വേണം. അവിടെ ഹോസ്പിറ്റൽ ഒക്കെ യെസ് ആണ്, അവിടെ അതിനാവശ്യമായിട്ടുള്ള ആ ഒരു ഹോസ്പിറ്റൽ അതിനാവശ്യമായിട്ടുള്ള എല്ലാ ഫെസിലിറ്റീസും വേണം, ഡോക്ടേഴ്സ് വേണം, നഴ്സുമാര് വേണം അല്ലെ. അപ്പൊ അവിടെ അതിനാവശ്യമായിട്ടുള്ള വിഭവശേഷി ഉണ്ടാവണമെങ്കിൽ നമുക്കറിയാം അത് ഒന്ന് സംഘടിപ്പിക്കണം, അതോടൊപ്പം തന്നെ അത് മാനേജ് ചെയ്യണം അല്ലെ. അത് തടസ്സങ്ങളൊന്നും കൂടാതെ മാനേജ് ചെയ്യാനായിട്ടും പറ്റണം. അപ്പൊ തീർച്ചയായിട്ടും ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഓർഗനൈസേഷൻ ആൻഡ് മാനേജ്മെന്റ് ഓഫ് റിസോഴ്സസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി ഫോർ ഡീലിംഗ് വിത്ത് ഹ്യൂമനിറ്റേറിയൻ ആസ്പെക്ട് ഓഫ് എമർജൻസീസ്. അടിയന്തര ഘട്ടങ്ങളിൽ മാനുഷിക അല്ലെ എല്ലാ മാനുഷിക വശങ്ങളെയും കൈകാര്യം ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള വിഭവങ്ങളുടെയും ഉത്തരവാദിത്തങ്ങളുടെയും ഓർഗനൈസേഷനും മാനേജ്മെന്റുമാണ് എന്തെന്ന് പറയുന്നത്? ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? എക്സാമ്പിൾ സഹിതം നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? നമുക്ക് നെക്സ്റ്റ് ഒരു സെന്റൻസും കൂടെ ഉണ്ട്. ഇൻ പാർട്ടിക്കുലർ preparedness, response and recovery in order to reduce the after effects of disasters. അപ്പൊ ദുരന്തങ്ങൾ ഉണ്ടാവുകയാണ് അല്ലെ. ഇപ്പൊ നമുക്ക് പെട്ടെന്ന് ഒരു ദുരന്തം വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് പ്രിപ്പയർഡൻസ് എന്ന് വെച്ചാൽ മുന്നൊരുക്കം അല്ലെ, പെട്ടെന്ന് തന്നെ ഒരുങ്ങാൻ പറ്റണം. അവർക്ക് അല്ലെ നമുക്കറിയാം റിക്കവറി ചെയ്യുന്നതിന് അല്ലെ പ്രതിപ്രവർത്തനം എന്താണ് അറേഞ്ച് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആക്റ്റീവായിട്ട് റെസ്പോൺസ് ചെയ്യണം അല്ലെ. നമുക്കറിയാം ആദ്യം തന്നെ പാത നേരെയാക്കണം, ഒത്തിരി അകലെയാണെങ്കിൽ ഹോസ്പിറ്റലിൽ എത്തിക്കാനായിട്ട് ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് ആദ്യം പ്രൊവൈഡ് ചെയ്യണം. എന്താണ് അതിനുശേഷമാണ് ഹോസ്പിറ്റൽ അതിനനുസരിച്ചിട്ടുള്ള പ്രിക്കോഷൻസ് ഒക്കെ എടുത്ത് ഓരോ പേഷ്യൻസിനെ നമുക്ക് കൈകാര്യം ചെയ്യാനായിട്ടുള്ള അറേഞ്ച്മെന്റ് ചെയ്യാനായിട്ട് സാധിക്കുക. അങ്ങനെ അവരെ വീണ്ടെടുക്കണം അല്ലെ, റിക്കവർ ചെയ്യണം. ഓരോ വ്യക്തിക്കും ഉണ്ടാകുന്ന ആ പെട്ടെന്ന് ആ സമയത്ത് തന്നെ അവരെ കൈകാര്യം ചെയ്ത് അവരെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് തയ്യാറാകുക അല്ലെ. അങ്ങനെ വരുമ്പോഴാണ് എന്ത് നമ്മുടെ ഡിസാസ്റ്റർ ദുരന്തത്തിന്റെ അല്ലെ ആഫ്റ്റർ എഫക്ട്സുകൾ അധികമില്ലാതെ നമുക്ക് കുറച്ചു കൊണ്ടുവരാനായിട്ട് സാധിക്കുള്ളൂ. കേസ് ഇങ്ങനെയൊന്നും നമുക്കൊന്ന് മാനേജ് ഇല്ലാതെ അല്ലെ ഒരു കൈകാര്യം ഒന്നും ഇല്ല എങ്കിൽ നമുക്കറിയാം ഒരുപാട് ജീവൻ ആ ടൈമിൽ തന്നെ നഷ്ടപ്പെട്ടു പോകും. കേസ് അല്ലെ പെട്ടെന്ന് തന്നെ പ്രോപ്പർ ആയിട്ടുള്ള ടൈമിൽ തന്നെ ആക്ഷൻ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപക്ഷെ ഒന്നോ രണ്ടോ പേർക്കെങ്കിലും അല്ലെ നമുക്ക് ചിലപ്പോൾ ഒരുപക്ഷെ ജീവൻ കൊടുക്കാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിലേക്ക് പെട്ടെന്ന് തന്നെ റിക്കവർ ആയിട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുമെന്നുള്ളത്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഒരു മാനേജ്മെന്റ് അതാണ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ പർട്ടിക്കുലർ പ്രിപ്പയർഡൻസ്, റെസ്പോൺസ് ആൻഡ് റിക്കവറി ഇൻ ഓർഡർ ടു റെഡ്യൂസ് ദ ആഫ്റ്റർ എഫക്ട്സ് ഡിസാസ്റ്റേഴ്സ്. നമുക്കറിയാം ഇതൊക്കെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാറുണ്ട് കേട്ടോ. എന്താണ് നമുക്ക് ഇങ്ങനെ മര്യാദയ്ക്ക് ഇത്രയും എന്തെങ്കിലും ഡിസഡ്വാൻറ്റേജസ് ഉണ്ടോ, നമ്മള് നേരത്തെ കൂട്ടിയിട്ട് ഇങ്ങനെ അറേഞ്ച് ചെയ്തിട്ടില്ല എങ്കിൽ നമുക്കറിയാം എന്താണ് ഒരുപാട് പേരുടെ ജീവൻ നഷ്ടപ്പെടാനായിട്ട് സാധ്യതയുണ്ട് അല്ലെ. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രിപ്പയർഡൻസ്, റെസ്പോൺസും റിക്കവറിയൊക്കെ നമ്മൾ നേരത്തെ കൂട്ടി അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരുപാട് പേർക്ക് ജീവൻ രക്ഷിക്കാനായിട്ട് സാധിക്കും. ജസ്റ്റ് വായിച്ചു നോക്കാം. എവിടെയെങ്കിലൊക്കെ എന്തെങ്കിലും നിങ്ങൾക്ക് നോട്ട് ചെയ്ത് പോവാനുണ്ടെങ്കിൽ
നോട്ട് ചെയ്ത് പോകാനായിട്ട് പ്രധാനമായിട്ടും ആ ഡിസാസ്റ്റേഴ്സ്. ഓക്കെ, ഡിസാസ്റ്റർ മേ ബി സെക്കൻഡ് മേജർ പ്രോബ്ലം അല്ലെ. നമുക്കറിയാം ഒരു യുദ്ധം കഴിഞ്ഞ് കഴിഞ്ഞാലായിട്ട് പ്രധാനമായിട്ടും ഉണ്ടാവുന്ന പ്രധാനപ്പെട്ട എഫക്ട് എന്തുണ്ടാവും? മോണിറ്ററി ഡാമേജ് ഉണ്ടാവും, ഒരുപാട് പീപ്പിൾസ് മരിച്ചു പോകും. എന്താണ് അതല്ലെങ്കിൽ മറ്റു എഫക്ഷൻസ് ഒക്കെ ഉണ്ടാവും അല്ലെ. അത് ചിലപ്പോഴെങ്കിലും കാണാനായിട്ട് ചോദിച്ചിട്ട് കണ്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ എന്താണ് അല്ലെ ഓർഗനൈസേഷൻ ആൻഡ് മാനേജ്മെന്റ് ഓഫ് റിസോഴ്സസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി ഫോർ ഡീലിംഗ് വിത്ത് ഹ്യൂമാനിറ്ററി. ഇത് അങ്ങനെ തന്നെ ചോദിക്കാറില്ല. ഡിസാസ്റ്റർ മാനേജ്മെന്റ് ക്യാൻ ബി ഫൈൻഡ്. നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് ആയതുകൊണ്ട് അങ്ങനെ തന്നെ ഡയറക്റ്റ് ഒന്നും ചോദിക്കാറില്ല. പക്ഷെ മനസ്സിലാക്കി വെക്കുക എന്താണ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്നുള്ളത്. അതിലെ കമ്പോണൻസോ അതിന്റെ ഘടകങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ആ ഒരു അല്ലെ ആ ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷനെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് രൂപീകരിക്കുന്നത്. ഇതിലെ പർട്ടിക്കുലർ പ്രിപ്പയർഡൻസും റെസ്പോൺസും റിക്കവറി ഒക്കെ ചിലപ്പോൾ പോയിന്റ്സ് ആയിട്ടൊക്കെ ചോദിക്കാറുണ്ട്. ആ ഒരു ഭാഗം അതുകൊണ്ട് തന്നെ അണ്ടർലൈൻ ചെയ്ത് വെക്കുക. ചോദിക്കുന്നതനുസരിച്ച് നിങ്ങൾക്ക് പ്രസന്റ് ചെയ്യാൻ സാധിക്കും. കാരണം നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റില് ഓപ്ഷൻസ് ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് അത് സെലക്ട് ചെയ്ത് കിട്ടാനായിട്ട് സാധിക്കും. അറിയാം പ്രിപ്പറേഷൻ അറേഞ്ച് ചെയ്യുക, അല്ലെങ്കിൽ എന്താണ് പർട്ടിക്കുലർ സിറ്റുവേഷൻസിനോട് പ്രതികരിക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ റിക്കവറി ആവാനായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുക എന്നുള്ളത്. കണ്ടിന്യൂ ചെയ്തോട്ടെ, വായിച്ചു നോക്കിയോ? കണ്ടിന്യൂ ചെയ്തോട്ടെ. നമുക്ക് നെക്സ്റ്റ് നോക്കാം. ഡിസാസ്റ്റർ ഡെഫിനിഷൻ. വീണ്ടും ഇന്നലെ ഡിസാസ്റ്ററിന്റെ ഡെഫിനിഷൻ WHO അല്ലെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് നോക്കാം. എനി ഒക്കറൻസ് ദാറ്റ് കോസ്, അതായത് ഏതെങ്കിലും തരത്തിലുള്ള സംഭവങ്ങൾ ഇൻ കേസ് നമുക്കറിയാം അല്ലെ ഏതെങ്കിലും കാരണം കൊണ്ട് പെട്ടെന്ന് ഉള്ള ആകസ്മികമായ കാരണം കൊണ്ടാണല്ലോ ദുരന്തങ്ങൾ വരുന്നത്. അങ്ങനെ വരുന്ന വ്യത്യസ്തമായിട്ടുള്ള കാരണങ്ങളെ എല്ലാം തന്നെ ഡിസാസ്റ്റർ ദുരന്തം എന്നുള്ളതിലേക്ക് ഉൾപ്പെടുത്താം എന്നുള്ളതാണ്. നമുക്കറിയാം ഡാമേജസ് നാശങ്ങൾ വരുന്നു. ദെൻ ഡിസ്ട്രപ്ഷൻസ് എന്ന് വെച്ചാൽ എന്താണ് എന്തെങ്കിലും അല്ലെ പെട്ടെന്നുള്ള വിള്ളല്, പെട്ടെന്ന് അങ്ങനെയാണല്ലോ ഒരു ഇന്നലെ തന്നെ വരെ അല്ലെ നമുക്ക് ഇന്നലെ തന്നെ ഒരു റോഡ് ആക്സിഡന്റ് പോലെ ഉണ്ടായി എന്ന് വെച്ചാൽ പെട്ടെന്ന് അല്ലെ നമ്മുടെ റോഡ് ഇടിഞ്ഞു പോകുന്ന ഒരു അവസ്ഥ പെട്ടെന്ന് ഉണ്ടാകുന്ന ഒരു ദുരന്തമാണ് അല്ലെ ഡിസ്ട്രപ്ഷൻ. ദെൻ അങ്ങനെയുള്ള കാര്യങ്ങൾ, വിള്ളലുകള്, ദെൻ ലോസ് ഓഫ് ഹ്യൂമൻ ലൈഫ്, നമുക്കറിയാം ജീവൻ നഷ്ടപ്പെടുന്ന അവസ്ഥകള്, ഇതെല്ലാം ഡിസാസ്റ്ററിന്റെ ലേബലിൽ തന്നെയാണ് അറിയപ്പെടുന്നത്. എന്താണ് ഡിറ്റോറിയേഷൻ ഓഫ് ഹെൽത്ത് ആൻഡ് ഹെൽത്ത് സർവീസ് ഓൺ സ്കെയിൽ sufficient to warrant an extraordinary response from outside the affected community or area. കേസ് നമുക്കറിയാം അല്ലെ നമ്മള് പെട്ടെന്ന് തന്നെ അല്ലെ ഡിറ്റോറിയേഷൻ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് തന്നെ തകർച്ച സംഭവിക്കാം. എന്തിനാണ് തകർച്ച സംഭവിക്കുക എന്ന് പറയുന്നത്? ഓഫ് ഹെൽത്ത് ആൻഡ് ഹെൽത്ത് സർവീസ് ഓൺ സ്കെയിൽ സഫിഷ്യന്റ് to warrant an extraordinary response from outside the affected community or area. അതായത് പെട്ടെന്ന് ഈ പറഞ്ഞോളം ആരോഗ്യ സേവനങ്ങൾക്കെല്ലാം തകർച്ച ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ പര്യാപ്തമായ തോതിൽ സമൂഹത്തിൽ നിന്ന് അല്ലെ പെട്ടെന്ന് തന്നെ നമുക്കൊരു ഇൻസിഡന്റ് സംഭവിക്കുമ്പോൾ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലൈസ് ചെയ്യണമെന്നുണ്ട്. തീർച്ചയായിട്ടും അതിനുള്ള സൗകര്യം ചിലപ്പോൾ പര്യാപ്തമാവണമെന്നില്ല ഹോസ്പിറ്റലില്, ശരിയല്ലേ? ഉണ്ടാവോ പെട്ടെന്ന് ചിലപ്പോ പര്യാപ്തമാവോ ഹോസ്പിറ്റലിൽ? കാരണം ചില സ്മോൾ സൈസ് ഹോസ്പിറ്റലുകളും ഉണ്ട് അല്ലെ, അവിടെ എല്ലാ ആധുനിക സൗകര്യങ്ങളും കൂടിയ ഒരു ഹോസ്പിറ്റൽ ആയിരിക്കണമെന്നില്ല. പക്ഷെ അവിടെ അടുത്ത് തന്നെ ഒരു ദുരന്തം സംഭവിച്ച അതെല്ലാം തന്നെ വഹിക്കാനായിട്ട് ആ ഹോസ്പിറ്റലിന് പറ്റിയെന്ന് വരുന്നത് അല്ലെ. അതാണ് പറയുന്നത് ഔട്ട്സൈഡ് ദ അഫക്റ്റഡ് കമ്മ്യൂണിറ്റി ഓർ ഏരിയ. മറ്റു പുറത്തു നിന്ന് ഇതിൽ നിന്ന് വരുമ്പോ റെസ്പോൺസ്, അവിടെ നിന്നുള്ള പ്രതികരണം ചിലപ്പോ എന്താണ് പെട്ടെന്ന് നമുക്ക് ആക്സെപ്റ്റബിൾ, ആ ഹോസ്പിറ്റലിന് അത് അതിനുള്ള ഒരു അധപതിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. കാരണം എന്താന്ന് വെച്ചാൽ അവരെ കീപ്പ് ചെയ്യാൻ, അവരെ വഹിക്കാനുള്ള ശേഷി എന്തിനില്ല, ഹോസ്പിറ്റലിന് ഇല്ല എന്നാണ് പറയുന്നത് ഡിറ്റോറിയേഷൻ. അങ്ങനെ വരുമ്പോഴും ദുരന്തത്തിന്റെ മുഖം വികസിക്കും അല്ലെ. പെട്ടെന്ന് ആ നിയറസ്റ്റ് പ്രദേശത്ത് ഹോസ്പിറ്റൽ സർവീസ് ഉണ്ട് എങ്കിൽ ആ ദുരന്തത്തിനെ ഓവർകം ചെയ്യാനായിട്ട് സാധിക്കും.
പക്ഷെ അതല്ല എങ്കിൽ എന്താണ് ആ ദുരന്തത്തിനെ എന്തായാലും ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. ക്ലിയർ ആയോ? Deterioration of health and health service on scale sufficient to warrant an extraordinary response from outside the affected community or area. അത് അത്രയും മനസ്സിലാക്കാനുള്ള പ്രത്യേകിച്ച് ഇതിലൊന്നും ഇതില്ല, നിങ്ങൾ അത്രയും നോട്ട് ചെയ്യാനും ഇല്ല. കാരണം പ്രത്യേകിച്ച് ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് അല്ലെ ഡിസാസ്റ്റർ എന്ന് പറഞ്ഞാൽ മഹമുഖത്തിന് എല്ലാവർക്കും മാനേജ് ചെയ്യാം അല്ലെ. അത് മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതിനെ തരണം ചെയ്യാനായിട്ടുള്ള ഡീറ്റെയിൽസ് ആണ് എടുക്കുന്നത് അല്ലെ. അപ്പൊ ഇവിടെ എന്താണ് അതിനുള്ള പര്യാപ്തമായിട്ടുള്ള സൗകര്യം ഈ ഹോസ്പിറ്റലിന് ഇല്ലാതെ വരുന്ന അവസ്ഥയും എന്താണ് ഒരു തരത്തിൽ പറഞ്ഞ ഡിസാസ്റ്റർ തന്നെയാണ്, ദുരന്തം തന്നെയാണ്. ഓക്കെ, ക്ലിയർ ആയോ? നെക്സ്റ്റ് നോക്കാം, എക്സ്റ്റേണൽ ഡിസാസ്റ്റർ. നമ്മളിപ്പോ ഡിസാസ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് മൈൻഡ് എല്ലാവർക്കും അറിയാം അല്ലെ. ദുരന്തങ്ങൾ പലതരത്തിലുള്ള ദുരന്തങ്ങളുണ്ട്. ഇന്റേണൽ ഡിസാസ്റ്റർ ഉണ്ട്, എക്സ്റ്റേണൽ ഡിസാസ്റ്റർ ഉണ്ട്. എന്താണ് എക്സ്റ്റേണൽ ഡിസാസ്റ്റർ എന്ന് പറയുന്നത്? ട്രെയിൻ ആക്സിഡന്റ്, ബോട്ട് ആക്സിഡന്റ്, നമുക്കറിയാം അല്ലെ. ട്രെയിനിന്റെ ഒക്കെ പാളം തെറ്റി ഒരുപാട് ദുരന്തങ്ങൾ സംഭവിക്കും. ബോട്ട് വെള്ളത്തിലൊക്കെ മറിഞ്ഞ് ഒരുപാട് പേരുടെ ജീവൻ നഷ്ടപ്പെട്ട ഇതികളൊക്കെ ഉണ്ട്. പിന്നെ കോംപ്ലക്സ് ഓട്ടോമൊബൈൽ ആക്സിഡന്റ്, നമുക്കറിയാം റോഡ് മാർഗത്തിലും ആക്സിഡന്റുകൾ ധാരാളം സംഭവിക്കാറുണ്ട് അല്ലെ. എക്സ്പ്ലോഷൻ, ഫ്ലഡ്. എക്സ്പ്ലോഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? സ്ഫോടനങ്ങൾ. ഇപ്പൊ നമുക്കറിയാം പടക്കക്കപ്പലിക്ക് തീ പിടിച്ചതൊക്കെ പറഞ്ഞാൽ അവിടെ പെട്ടെന്ന് തന്നെ പൊട്ടിത്തെറിയും കാര്യങ്ങൾ അല്ലെ. അതേമാതിരി തന്നെ ഫ്ലഡ് നമ്മൾ എല്ലാവരും ഫേസ് ചെയ്ത് 2018 അല്ലെ ഒരുപാട് പേര് ഫേസ് ചെയ്തതാണ് ഫ്ലഡ്, വെള്ളപ്പൊക്കവും അതുമായി ബന്ധപ്പെട്ട ദുരന്തങ്ങളെല്ലാം. പിന്നെ എയറോപ്ലെയിൻ ആക്സിഡന്റ്, നമുക്കറിയാം എയറോപ്ലെയിൻ അല്ലെ ഏത് തരത്തിലുള്ള വാഹന സർവീസ് ആണെങ്കിലും അവിടെ എന്തെങ്കിലും ഒരു സംതിങ് സംഭവിച്ചു കഴിഞ്ഞാൽ അതിനുള്ളിലുള്ള ജീവനൊക്കെ നഷ്ടപ്പെടാനായിട്ട് സാധ്യതയുണ്ട് അല്ലെ. അപ്പൊ എയറോപ്ലെയിൻ ആക്സിഡന്റ്, ദെൻ എന്താണ് ടൊറാൻഡോ, ദെൻ സുനാമി, എർത്ത്ക്വേക്ക് അല്ലെ പ്രകൃതി ദുരന്തങ്ങളിൽ പെടുന്നതാണ് ഇതെല്ലാം. ഭൂകമ്പവും സുനാമിയും ചുഴലിക്കാറ്റും എല്ലാം അതുമൂലം ഒരുപാട് എന്താണ് ദുരന്തങ്ങൾ സംഭവിക്കാറുണ്ട്. ഒരുപാട് പേരെ എന്താണ് പാർപ്പിടവും അതേമാതിരി തന്നെ കൃഷിയും അതേമാതിരി എക്കണോമിക്കൽ ആയിട്ടുള്ള പല സെക്ടേഴ്സ് ഒക്കെ നഷ്ടപ്പെടാനായിട്ട് അതോടൊപ്പം തന്നെ ജീവൻ നഷ്ടപ്പെടാനൊക്കെ ആയിട്ടുള്ള സാധ്യതകളുണ്ട്. മാൻമെയ്ഡ് ഡിസാസ്റ്റർ ലൈക്ക് റിയോട്സ് എന്ന് വെച്ചാൽ എന്താണ് മനുഷ്യനിർമ്മിതമായിട്ടുള്ള കലാപങ്ങൾ അല്ലെ. അത് പൊട്ടിപ്പുറപ്പെട്ട ഒരു ഗ്രൂപ്പായിട്ട് നിന്ന് തന്നെ കലാപങ്ങളൊക്കെ ആസൂത്രണം ചെയ്ത് തന്നെ ഒരുപാട് പേരുടെ ജീവന സ്വത്തിനൊക്കെ ഭീഷണി ഉണ്ടാവാറുണ്ട്. ഇതെല്ലാം എക്സ്റ്റേണൽ ഡിസാസ്റ്റർ ആണ്. ഇതെല്ലാം എന്താണ്? എക്സ്റ്റേണൽ ആയിട്ടുള്ള ഡിസാസ്റ്ററുകളാണ്, അതായത് പുറത്തു നിന്ന് ഉള്ള ഡിസാസ്റ്റർ ആണ്. അതേസമയം ഇന്റേണൽ ഡിസാസ്റ്റർ, ചുഴലിക്കാറ്റ്, ടൊർണാഡോ, ചുഴലിക്കാറ്റ് എന്നൊക്കെ അല്ലേ ഓരോരുത്തരുടെയും പേരുകൾ ഉണ്ടാവും. ചുഴലിക്കാറ്റുകൾക്കൊക്കെ പേരുകളൊക്കെ ഇടാറുണ്ട്. ഓക്കെ, ഇന്റേണൽ ഡിസാസ്റ്റർ എന്താണ്? ബോംബ് ത്രെട്ട്, ഫയർ, മെഡിക്കൽ ഗ്യാസ് ലീക്ക് എന്ന് വെച്ചാൽ നമുക്കറിയാം പെട്ടെന്ന് അല്ലേ ബോംബൊക്കെ നശിച്ചു കഴിയുമ്പോഴുണ്ടാവും ഒറ്റയ്ക്ക് ആ ഉള്ളിൽ തന്നെ സ്ഫോടനം ഉണ്ടായി എല്ലാവരും നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ. ഫയർ, തീപിടുത്തം, മെഡിക്കൽ ഗ്യാസ് ലീക്ക്. നമുക്കറിയാം എവിടെയെങ്കിലൊക്കെ ഭോപ്പാൽ ദുരന്തമൊക്കെ അതിന്റെയൊക്കെ പ്രകൃതി എന്തെങ്കിലും ഗ്യാസുകൾ വാതക ചോർച്ചകൾ കൊണ്ട് ഉണ്ടാകുന്ന അപകടങ്ങളെല്ലാമാണ് ഇന്റേണൽ ഡിസാസ്റ്റർ എന്ന് പറയുന്നത്. ഇന്ന് മിക്കപ്പോഴും ക്വസ്റ്റ്യൻ കാണാറുണ്ട് എന്താണ് എക്സ്റ്റേണൽ ഡിസാസ്റ്ററിൽ ഉൾപ്പെടാത്തവ ഇന്റേണൽ ഡിസാസ്റ്റർ അല്ലെ, ഓട് വെണ്ണൗട്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ ചോദിക്കാറുണ്ട്. അതുകൊണ്ട് ഇത് നോട്ട് ചെയ്ത് വെക്കുക. എക്സ്റ്റേണൽ ഡിസാസ്റ്റർ എന്ന് പറയുന്നത് എന്തെല്ലാമാണ്, ഇന്റേണൽ ഡിസാസ്റ്റർ എന്തെല്ലാമാണ്. വായിച്ചു നോക്കാം. എവിടെയെങ്കിലൊക്കെ മാർക്ക് ചെയ്ത് പോകാനുണ്ടെങ്കിൽ മാർക്ക് ചെയ്യാട്ടോ. കൂടെ പറഞ്ഞു പോകേണ്ടതുണ്ട്. എക്സ്പ്ലോഷൻ എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? സ്ഫോടനങ്ങൾ അല്ലെ. ഫ്ലഡ് എന്ന് പറഞ്ഞാൽ വെള്ളപ്പൊക്കം, ടൊർണാഡോ എന്ന് വെച്ചാൽ ചുഴലിക്കാറ്റ്, സുനാമി അല്ലെ തിരമാലകളുടെ അല്ലെ പൊക്കമുള്ള തിരമാലകൾ സുനാമി വരുന്നത്, ദെൻ ഭൂകമ്പം, ദെൻ റിയോട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കലാപം. കേട്ടോ? നമുക്ക് നെക്സ്റ്റ് പേജിലേക്ക് പോകാം.
ഇനി ഇതില് നമ്മള് കണ്ടേക്കണ കുറച്ച് കാര്യങ്ങൾ വെറുതെ ജസ്റ്റ് കുറച്ച് നമുക്ക് അറിയാവുന്നതാണ്, ഒരുപാട് ഡിസ്കസ് ചെയ്യണമെന്നില്ല. പക്ഷെ ജസ്റ്റ് എങ്ങനെയാണ് ഇതിന്റെ ദുരന്ത മുഖം എങ്ങനെയാണെന്നുള്ളത് കാണിക്കുന്നതാണ്. മേജർ ഡിസാസ്റ്റേഴ്സ് പറയുന്നത് ഭോപ്പാൽ ഗ്യാസ് ട്രാജഡി അഫക്റ്റഡ് 2 lakh people, then 3000 lives lost. അല്ലെ, അതായത് നമുക്കറിയാം ആ ദുരന്തം ഉണ്ടായത് 1984 അല്ലെ, നമ്മുടെ ഭോപ്പാൽ ദുരന്തം സംഭവിച്ചത് December 3. അതെങ്ങനെയാണ് അവിടെയുള്ള കീടനാശിനികളുടെ ഒരു കമ്പനിയിൽ ഉണ്ടായിരുന്ന അല്ലെ, നമ്മൾ സ്റ്റോക്ക് ചെയ്ത് വെക്കുന്ന വാതകത്തിന്റെ ഉള്ളില് വെള്ളവും കൂടി കലർന്നിട്ടാണ് എന്താണ് അത് ലീക്ക് ഔട്ട് ആവുകയും കാറ്റ് വീശുന്നിടത്തേക്കൊക്കെ അതിന്റെ ആ വാതകം അല്ലെ കാറ്റിനോടൊപ്പം തന്നെ പോവുകയും അത് ശ്വസിച്ചവർക്കെല്ലാം തന്നെ ഒരുപാട് അല്ലെ എഫക്റ്റുകൾ സംഭവിച്ചു. ഒരുപാട് പേര് മരിച്ചുപോയി. ഇങ്ങനെ ഒരുപാട് പേർക്ക് അംഗവൈകല്യം, നമുക്ക് റെസ്പിറേറ്ററി ആയിട്ടുള്ള ശ്വാസതടസ്സം പോലുള്ള ഒരുപാട് പ്രോബ്ലംസ്, അംഗവൈകല്യങ്ങളും ക്യാൻസർ പോലുള്ള അസുഖങ്ങളൊക്കെ ബാധിക്കുകയുണ്ടായി. അതൊരു വലിയൊരു ദുരന്തമായിരുന്നു ഭോപ്പാൽ ഗ്യാസ് ട്രാജഡി. സമാന്തര തന്നെ സൈക്ലോൺ ഇൻ ആന്ധ്രാപ്രദേശ് ആൻഡ് ഒറീസ അറ്റ് ഇന്റർവെൽ ഓഫ് every 2 years climbed 25,000 lives. അതായത് നമുക്കറിയാം അവിടെ എപ്പോഴും ചുഴലിക്കാറ്റാണ് അല്ലെ, ആന്ധ്രാപ്രദേശ് ഒറീസ ഭാഗത്ത് എപ്പോഴും ചുഴലിക്കാറ്റും കാര്യങ്ങളൊക്കെയാണ്. അവിടെ എന്താണ് ഇത്തരത്തിലുള്ള കാറ്റ് വീശലും ഉഷ്ണക്കാറ്റ്, നിങ്ങൾ പലപ്പോഴും നമ്മള് എന്താണ് ചുഴലിക്കാറ്റിന്റെ മാത്രമല്ല പലതരത്തിലുള്ള കാറ്റിന്റെ പ്രോബ്ലംസ് ഉണ്ടാവും അല്ലെ. അത് പലതരത്തിലും എന്താണ് അവിടെ ദുരന്തമുഖം തന്നെ സൃഷ്ടിക്കും. അങ്ങനെ ആന്ധ്രാപ്രദേശിലും ഒറീസയിലൊക്കെ എവറി 2 ഇയറിലും എന്താ പറയുക ഒരുപാട് നാശനഷ്ടം സംഭവിക്കുന്നുണ്ട് തന്നെയാണ് സ്ഥിതിവിവര കണക്കുകൾ പറയുന്നത്. പിന്നെ ലെറ്റർ ഇൻ മഹാരാഷ്ട്ര 1993. അതായത് നമുക്കറിയാം ഈ ഒരു ഇയറിലെ കണക്കുകളല്ല, അതിനുശേഷം ഒരുപാട് ഇയറിലെ കണക്കുകളൊക്കെ നമ്മുടെ മുമ്പിലുണ്ട് അല്ലെ. പ്രസന്റ്ലി ഉള്ള ഒരുപാട് കണക്കുകളൊക്കെ നമ്മുടെ നിലവിലുണ്ട്. കഴിഞ്ഞ വർഷവും നമുക്ക് പ്രകൃതി ദുരന്തത്തിനെയൊക്കെ കേരളത്തിൽ തന്നെ നമ്മൾ ഫേസ് ചെയ്യുന്നതാണ് അല്ലെ. അപ്പൊ അവിടെയുള്ള ജീവൻ നഷ്ടപ്പെട്ട കണക്കുകളെല്ലാം തന്നെ എന്താണ് ദുരന്ത മുഖത്ത് എന്നുള്ള റിപ്പോർട്ടുകളാണ്. ഒരുപാട് കൂടുതൽ ഇതല്ലേ, കൂടുതലായിട്ട് ജനങ്ങളുടെ ജീവന് ഭീഷണിയാവുമ്പോൾ നമുക്കറിയാം അതൊരു മേജർ ഡിസാസ്റ്റർ അല്ലെ, വലിയ ഒരു ദുരന്തമുഖമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. എർത്തക്വക്ക് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഭൂകമ്പമാണ്. ആ ഭൂകമ്പത്തിന്റെ മഹാരാഷ്ട്രയില് 1993 ഉണ്ടായ കാര്യമാണ് ഇവിടെ പറയുന്നത്. സുനാമി നമുക്കറിയാം സൗത്തേൺ ഇന്ത്യ ഫസ്റ്റ് ലൈൻ 26 December 2004. Then നമുക്കറിയാം 10,273 dead, then 2.39 lakh homeless, then 27 lakh affected. അതായത് അവിടുത്തെ കണക്കല്ലേ, നമ്മള് കേരളത്തിന്റെ കണക്ക് വരെ നമ്മൾ പറയും. നമുക്ക് എപ്പോഴും പ്രധാനം നമ്മുടെ കേരളീയക്കാരുടെയാണ് അല്ലെ. സുനാമിയുടെ എഫക്റ്റ് അനുഭവിച്ചവര് നമ്മൾക്കും ഇടയിലുണ്ട് അല്ലെ. അപ്പൊ അവിടെ എന്താണ് കുറച്ചു പേരെ, ഒരുപാട് പേരുടെ വീടും പാർപ്പിടമൊക്കെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. ഒരുപാട് കൃഷികൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് അല്ലെ. ഒരുപാട് പേരുടെ ജീവിതം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അപ്പൊ ഇതില് എന്താണ് സുനാമി, സൗത്ത് ഇന്ത്യൻ കോസ്റ്റ് ലൈനിൽ ഉണ്ടായിരുന്ന സുനാമിയുടെ റിപ്പോർട്ടാണ് പറയുന്നത്. 2004 December 26. അതില് 10,723 പേര് മരണപ്പെട്ടിട്ടുണ്ട്. എന്താണ് ഇത്രയും പേർക്ക് അല്ലെ 2.39 lakh ഹോംലെസ്, അത്രയും പേർക്ക് ഭവനങ്ങൾ നഷ്ടമായിട്ടുണ്ട്. എന്താണ് 27 ലക്ഷം ജനങ്ങളെ അത് കാര്യമായിട്ട് തന്നെ ബാധിച്ചിട്ടുണ്ട്. അങ്ങനെ വലിയ വലിയ ഡിസാസ്റ്ററുകളൊക്കെ, നേച്ചർ ഡിസാസ്റ്ററുകളൊക്കെ വരയ്ക്കുക.
വായിച്ചു നോക്കി കാണാതെ ഒരു ചെറിയ ക്വസ്റ്റ്യൻ കൂടി എടുത്താലോ? ഒരു ഡിസാസ്റ്ററിന്റെ മാതൃകയാണ് ദുരന്തമുഖ പരിപാടി. എടുക്കാലോ? നോക്കാം. ഫസ്റ്റ് ഡി ഇമ്പോർട്ടന്റ്, അതൊന്നും ഇമ്പോർട്ടന്റ് അല്ല. നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഇമ്പോർട്ടന്റ് അല്ല. വെറുതെ നമുക്കത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് മേജർ ഡിസാസ്റ്റർ എന്ന് പറയാൻ കാരണം. അത്രയും ആളുകളെ അത് മരണത്തിനും ദുരന്തങ്ങൾക്ക് അല്ലെ അവരുടെ പാർപ്പിടം നഷ്ടപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് പേർക്ക് അല്ലെ എന്തെങ്കിലും സൈഡ് എഫക്റ്റുകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ഡിസാസ്റ്ററുകളെയാണ് മേജർ ഡിസാസ്റ്റർ എന്ന് മനസ്സിലാക്കി വെക്കാം. ഒരുപാട് അല്ലെ അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ദോഷങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് മേജർ ഡിസാസ്റ്ററുകളാണ്, ദുരന്തങ്ങളാണ്. ഇവിടെ ഡിസാസ്റ്ററിന്റെ ഒരു മാതൃക കൊടുക്കുന്നുണ്ട്. അതായത് ഡി ഡിറ്റക്ഷൻ, then I incident command, S safety and security, A assess hazards, then S support, T triage and treatment, and evacuation, E then R recovery. അതായത് നമ്മളിപ്പോ ഒരു ദുരന്തം അല്ലെ ഇപ്പൊ ചുഴലിക്കാറ്റൊക്കെ വരികയാണെങ്കിൽ നമ്മൾ ആരെങ്കിലും അവര് എങ്ങനെയാണ് അത് സ്വീകരിച്ചത് അല്ലെ, ഏത് രീതിയിലാണ് ആ രാജ്യം അങ്ങനെ ഒരു ദുരന്തം വരുന്നതിനെ എങ്ങനെയാണ് ഫേസ് ചെയ്തതെന്നൊക്കെ നോക്കിയിട്ട് കേസ് നമ്മുടെ ഇടയിലേക്കും അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ ആ ഒരു മാതൃക ഫോളോ ചെയ്യാനായിട്ടൊക്കെ തയ്യാറാവും. അതായത് നല്ല രീതിയിൽ അതിനെ ഓവർകം ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ. അപ്പൊ അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിറ്റക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടെത്തുക അല്ലെ. നമുക്കറിയാം പല ശാസ്ത്രീയ കാര്യങ്ങളൊക്കെ ഉണ്ട് മുൻകൂട്ടി കണ്ടെത്താൻ വേണ്ടിയിട്ട്. പ്രകൃതി ദുരന്തങ്ങളൊക്കെ ആണെങ്കിൽ എന്താണ്, അതേമാതിരി തന്നെ ഇൻസിഡന്റ് കമാൻഡ് അല്ലെ, ഇങ്ങനെ ഒരു സംഭവം വരാനായിട്ട് സാധ്യതയുണ്ടെന്നോ തന്നെ എന്താണ് അതൊരു സംഭവം അത് പ്രഖ്യാപിക്കുക എന്നുള്ളത്, കമാൻഡ് ചെയ്യുക. സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി, അതായത് അവിടുത്തെ നമുക്കറിയാം സുരക്ഷയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ അതനുസരിച്ചിട്ട് മാതൃക കണ്ടെത്തി മനസ്സിലാക്കിയെടുക്കും. ഹാസാർഡ്സ്, അതായത് അപകടങ്ങൾ എന്തൊക്കെയാണെന്ന് വിലയിരുത്തുക. സപ്പോർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയുള്ള അപകടങ്ങൾ വരുമ്പോൾ എങ്ങനെയൊക്കെ സഹായിക്കാൻ സാധിക്കും. ട്രയേജ് ആൻഡ് ട്രീറ്റ്മെന്റ് എന്ന് വെച്ചാൽ സഹവർത്തിത്വത്തോട് കൂടിയിട്ട് എങ്ങനെ ട്രീറ്റ്മെന്റ് കൊടുക്കാൻ സാധിക്കും. ഇവാക്യുവേഷൻ എന്ന് പറഞ്ഞാൽ ഒഴിവാക്കുക അല്ലെ, ഒരുപാട് പേരെയൊക്കെ അപകടം വരുന്നത് മുൻകൂട്ടി കണ്ടുകൊണ്ടൊക്കെ വീടൊക്കെ മാറ്റി പാർപ്പിക്കുക അല്ലെ. നമുക്കെപ്പോഴും എന്താ പറയുക, ഓരോ ഇയറിലും ഫ്ലഡ് വരുന്ന ഒരു പ്രതീതി ഇപ്പൊ എല്ലാവർക്കും നമ്മൾ എല്ലാ വർഷവും നമ്മൾ അഭിമുഖീകരിക്കുകയാണ് അല്ലെ. വെള്ളപ്പൊക്കം വരാൻ സാധ്യതയുണ്ട്. നിങ്ങൾ ഇങ്ങനെ അല്ലെ എത്രയും പേരുകളൊക്കെ അല്ലെങ്കിൽ ഇടിഞ്ഞു വീഴാനായിട്ടുള്ള സാധ്യതകൾ അല്ലെ, മണ്ണ് ഇടിഞ്ഞു വീഴാനുള്ള സാധ്യതകളുണ്ട്. അപ്പൊ എത്രയും പേര് ഇത്രയും നേരം മുമ്പ് തന്നെ ആ ഭാഗത്ത് നിന്നൊക്കെ ഒഴിഞ്ഞു മാറണം അല്ലെ. അപ്പൊ നേരത്തെ കൂട്ടി ഒഴിവാക്കല്, റിക്കവറി, വീണ്ടും എന്തെങ്കിലുമൊക്കെ ദുരന്തങ്ങൾ ഉണ്ട് അതിനെ റിക്കവർ ചെയ്യും അല്ലെ, വീണ്ടെടുക്കൽ. ഇതെല്ലാം ഒരു മാതൃകാ ഫോമാറ്റ് ആണ്. അതായത് ദുരന്തങ്ങൾ വരുമ്പോൾ നമുക്കറിയാം ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആണ് അല്ലെ. ദുരന്തങ്ങൾ വരുന്നതിന് മുമ്പ് തന്നെ പല സ്റ്റെപ്പുകളും ഉണ്ട് അല്ലെ. ആദ്യം തന്നെ അത് എന്താണെന്ന് കണ്ടെത്താനായിട്ടുള്ള പല ശാസ്ത്രീയ വശങ്ങളുണ്ട്. അതനുസരിച്ചിട്ട് കമാൻഡ് ആൻഡ് ഓർഡറുകളൊക്കെ കൊടുക്കുന്നു. സുരക്ഷ ഉറപ്പാക്കാനായിട്ടുള്ള കുറെ കാര്യങ്ങളൊക്കെ നിലപാടുകളൊക്കെ സ്വീകരിക്കും. അപകടങ്ങൾ എന്താണെന്നൊക്കെ കണ്ടെത്തും. അതിനെ സപ്പോർട്ട് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളുണ്ട്. ആരോഗ്യ സഹകരണങ്ങളൊക്കെ ഉണ്ട് അല്ലെ. എല്ലാവരുടെയും സഹകരണം നമുക്കറിയാം. ചില ടൈമിലൊക്കെ ദുരന്തം സംഭവിക്കുമ്പോൾ പലവരും ആംബുലൻസ് ഒക്കെ വിട്ടുകൊടുത്തിട്ടുണ്ട് അല്ലെ. ഹോസ്പിറ്റലുകാർ മാത്രമല്ല പല സംഘടനകൾ വരെ അതിനൊക്കെ സൗകര്യങ്ങൾ നമുക്കറിയാം. എവിടെയെങ്കിലൊക്കെ അപകടങ്ങളൊക്കെ സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ തന്നെ എല്ലാവരുടെയും സേവനം അല്ലെ, പ്രത്യേകിച്ച് മലയാളികളായ നമ്മൾക്കൊക്കെ അല്ലെ സുപരിചിതമാണ്. എല്ലാവരും ഒന്നിച്ച് തന്നെ സേവനം ചെയ്യാനായിട്ട് സന്നദ്ധരാണ്. അപ്പൊ അത്തരത്തിലുള്ള ട്രീറ്റ്മെന്റ്, സഹവർത്തിത്വത്തോടു കൂടിയുള്ള ട്രീറ്റ്മെന്റ് ഇങ്ങനെയൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ ഒഴിവാക്കലൊക്കെ ഉണ്ട്, ഒഴിപ്പിക്കലൊക്കെ. അത്തരത്തിലുള്ള കാര്യമാണ് ഇവാക്വേഷൻ എന്ന് പറയുന്നത്. റിക്കവറി എന്ന് പറയുമ്പോൾ നമുക്കറിയാം വീണ്ടെടുക്കൽ എന്നുള്ള ഒരു ടേണിംഗിൽ ആ ഒരു രീതിയിലാണ് പറയുന്നത്. നമുക്കറിയാം ദുരന്തം സംഭവിച്ചാൽ വീണ്ടെടുക്കണമെങ്കിൽ അല്ലെ ഒരുപാട് ടൈം എടുക്കും. വ്യക്തികളെ വീണ്ടെടുക്കുക മാത്രമല്ല പ്രത്യേകിച്ച് അവരെ ഇന്ന് കുറച്ച് നാളത്തേക്ക് ചിലപ്പോഴെങ്കിലും കൗൺസിലിംഗ് വരെ കുറിക്കേണ്ട ഒരു അവസ്ഥയൊക്കെ ഉണ്ടാവും അല്ലെ. അവരെ ആ ഒരു ഫേസ് ചെയ്യാനായിട്ട് അഭിമുഖീകരിച്ചു പോയതിൽ നിന്ന് നമ്മുടെ ശാന്തമായിട്ടുള്ള വീണ്ടുമുള്ള ജീവിതത്തിലേക്ക് വരാൻ തന്നെ അവർക്ക് കുറച്ച് സമയം എടുക്കേണ്ടത്. പിന്നീടായിരിക്കും ചിലപ്പോൾ നമുക്കറിയാം എക്കണോമിക്കലായിട്ടുള്ള പ്രോബ്ലംസിനൊക്കെ പരിഹരിക്കേണ്ടി വരുന്നത്. അവർക്ക് പാർപ്പിടവും എല്ലാ കാര്യങ്ങളൊക്കെ ശരിയാക്കി കൊടുക്കേണ്ടതൊക്കെ ആയിട്ട് വരും. അപ്പൊ ഒത്തിരി സമയമൊക്കെ എടുത്ത്
നമുക്കറിയാം അതിനൊക്കെ സ്പെഷ്യൽ ആയിട്ട് തന്നെ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് മാനേജ്മെന്റ് രീതിയിൽ തന്നെ അറേഞ്ച് ചെയ്തിട്ട് കൊടുക്കേണ്ടതൊക്കെ ആയിരുന്നു. ഓക്കെ, ക്ലിയർ ആയോ? ജസ്റ്റ് പോയിന്റ്സ് മാത്രമേ ഞാൻ ഇപ്പൊ പറഞ്ഞോളൂ. ജസ്റ്റ് ഇന്നെടുത്തതൊക്കെ ഒന്ന് വായിച്ചു നോക്കാം. അതെന്തായാലും പെട്ടെന്ന് തുടങ്ങിയാൽ വിൻഡ് ചെയ്യാൻ സാധിക്കില്ല. എന്തായാലും ഇതുവരെയുള്ളത് ജസ്റ്റ് വായിച്ചു നോക്കാം. ഡൗട്ടുകളൊന്നുമില്ല. പ്രശ്നം തുടങ്ങി വെക്കണം. ഇനി വരുന്ന നെക്സ്റ്റ് ക്ലാസ് നമുക്ക് കാണാം. താങ്ക് യു.